വിശദമായി നോക്കാം. കെ ജെ ഷൈനിന്റെ പരാതിയിലെടുത്ത കേസിൽ കെ.എം. ഷാജഹാന് ജാമ്യം. ഉപാധികളോടെ എറണാകുളം CJM കോടതിയാണ് ജാമ്യം നൽകിയത്. സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്നും തെളിവ് നശിപ്പിക്കരുത് എന്നും ഉപാധി. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും കെ.എം. ഷാജഹാൻ പറഞ്ഞു. എനിക്കെതിരെ ഉള്ള എല്ലാ വകുപ്പുകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വകുപ്പുകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നെ വലിയ തോതിൽ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിനെ വരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ തുടർന്നിട്ടുള്ളത്, അത് തുടരും. എൻ്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, ഈ കേസിൽ പോലീസിന് കോടതിയിൽ തിരിച്ചടിയായത് എന്താണ്? ദിവ്യ, പോലീസിന് കോടതിയിൽ തിരിച്ചടിയായത് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ കേസിൽ പ്രധാനമായും ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറയുന്നത് IT ആക്ടിലെ 67, 67A എന്നീ 2 വകുപ്പുകളായിരുന്നു. ഈ വകുപ്പ് പ്രകാരം അശ്ലീലമായ വീഡിയോ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വകുപ്പായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ആ വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ വകുപ്പ് പ്രകാരം എന്ത് അശ്ലീലമായ വീഡിയോയാണ് ഷാജഹാൻ അപ്ലോഡ് ചെയ്തതെന്ന് കോടതി ചോദിച്ചു. ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ശേഷം കോടതി ചോദിച്ചത് ഈ ഒരു വീഡിയോ, അതായത് 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ പേരിലാണ് രണ്ടാമത്തെ അറസ്റ്റ് കെ.എം. ഷാജഹാന്റെ പേരിൽ ഉണ്ടായത്. ഈ അറസ്റ്റ് ചെയ്ത ശേഷം ഈ ഒരു വീഡിയോ നോക്കിയ ശേഷം ഈ വീഡിയോയിൽ എന്താണ് ഒരു അശ്ലീലമായ ഭാഗമുള്ളതെന്ന് കോടതി ചോദിച്ചു. ആ സമയത്ത് കൃത്യമായൊരു മറുപടി പറയാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യം. ഇതിൽ ഏറ്റവും പ്രധാനമായി കോടതി ചോദിച്ചത് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതിൽ ഒന്ന്, ഈ FIR, ഈ ഒരു രണ്ടാമത്തെ പരാതിയിൽ FIR ഇട്ടു. FIR ഇട്ട ശേഷം 3 മണിക്കൂറിനുള്ളിൽ ഷാജഹാനെ തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് ചെയ്തു. ചെങ്ങമനാട് SI ആണ് അറസ്റ്റ് ചെയ്തത്. ഈ 3 മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് ചെങ്ങമനാട് SI അവിടെ എത്തിയത്? ഈ ചെങ്ങമനാട് SIക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എന്താണെന്നും കോടതി ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം SITയിലെ അംഗമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റ് പോലുള്ള നടപടികളുടെ ഈ ഉത്തരവ് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് പോലീസ് അത് ഹാജരാക്കുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ ഇതിൽ സെക്സ്ഡായി എന്തെങ്കിലും കണ്ടന്റ് ആണ് ഉള്ളത് എന്നതിന്റെ ചോദ്യം ചോദിച്ചത്. മാത്രമല്ല, ഇതിൽ ഈ പരാതിക്കാരിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ മറ്റു പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളല്ലേ ഇതിൽ ചോദിച്ചതെന്ന ചോദ്യം കൂടി കോടതി ചോദിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ ഷാജഹാന് ജാമ്യം നിലയിക്കൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നത്. ഇതിൽ 25,000 രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവും, അതുകൂടാതെ ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം, കൂടാതെ തെളിവുകൾ നശിപ്പിക്കുന്നതടക്കമുള്ള ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കെ ജെ ഷൈനിന്റെ രണ്ടാമത്തെ പരാതിയിലായിരുന്നു ഷാജഹാനെ ഇന്ന് അർദ്ധരാത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ എന്താണ് ജാമ്യം കിട്ടിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്? ഇത് പ്രധാനമായും ഷാജഹാൻ പറഞ്ഞത് തന്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചു എന്നുള്ളതായിരുന്നു ഷാജഹാൻ പറഞ്ഞത്. മാത്രമല്ല, പോലീസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി, അതുകൊണ്ടാണ് ഈ കേസ് തനിക്കെതിരെ ഇത്തരത്തിൽ വകുപ്പുകൾ ചുമത്തിയതെന്നുള്ളൊരു ആരോപണം കൂടി ഷാജഹാൻ ഉയർത്തുകയും ചെയ്തു. മാത്രമല്ല, താൻ ഈ സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളെല്ലാം തന്നെയും ഇത്തരം സംഭവങ്ങളിൽ ശക്തമായി ഇതിനെല്ലാം തന്നെയും വിമർശിക്കുന്ന ആൾ കൂടിയാണ്. പല സംഭവവികാസങ്ങളും ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളാണ് താൻ. പക്ഷേ ഇത് കൃത്യമായി പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള ഒരു കേസാണ്. തന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ചെന്നും കോടതിയുടെ ഈ നടപടിയിൽ വളരെയധികം നന്ദിയുണ്ടെന്നും ഷാജഹാൻ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കെ ജെ ഷൈൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കെ.എം. ഷാജഹാന് കോടതി ജാമ്യം അനുവദിച്ചത്. മറ്റു വാർത്തയിലേക്ക്.